നന്മ 24ലേക്ക് സ്വാഗതം. നമ്മൾ മലയാളികൾ ആപത്ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ചികിത്സാ സമയങ്ങളിലൊക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്യാറുണ്ട്. എന്നാൽ ഈ ഒരു പ്രവൃത്തി സ്കൂളിലെ കുരുന്നുകൾ ചെയ്താൽ എങ്ങനെ ഉണ്ടാകും? കാക്കനാട് മാർത്തോമ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ചികിത്സാ സഹായത്തിന് 2.5 ലക്ഷം രൂപ സമാഹരിച്ച് നൽകിയത്. ഈ സ്കൂളിൻ്റെ പരിസരത്ത് താമസിക്കുന്ന അഖിൽ എന്ന ചെറുപ്പക്കാരൻ, 30 വയസ്സ് മാത്രം പ്രായം, നല്ല ഗായകൻ. അദ്ദേഹത്തിൻ്റെ വൃക്കകളും തകരാറിലായി. ഇതിൻ്റെ ചികിത്സാ സഹായത്തിനാണ് 2.5 ലക്ഷം രൂപ സമാഹരിക്കാൻ വിദ്യാർത്ഥികൾ ഒത്തുകൂടിയത്. ഈ സമാഹരിച്ച തുക സ്കൂൾ അധികൃതർ ചികിത്സാ സഹായ സമിതിക്ക് കൈമാറി. We thought when I just issued this information to all the students to the WhatsApp, we thought we'll be able to collect nearly 10 rupees per head. So I was just estimating to be 5,000 rupees as a total collection. But I was really surprised and amazing. It was an amazing collection of about 2.5 lakh rupees. It is a very small contribution. It's a very small contribution for Mr. Akhil, who is a patient of kidney, and he required about 40 lakhs of rupees for his kidney transplant. We may not be able to do everything, but this sign of gesture of helping others who are in need is really a very significant thing. Dear students, in your school days itself, you need to learn to help others. When you help others, maybe in activities like sharing your pen, pencil, sharing your lunch, or maybe sharing the tuition fees of a particular student who may be desperately in need, it is really a great thing. Even sharing 1 rupee also with another person, it shows that you have done an important activity. Kidney transplant. We pray for the donor of kidney and the hospital in where the surgery is being done. We pray for all the doctors and the nursing staff who is taking care of Mr. Akhil. We pray for his wife and all the relatives, plus all of them. I am here to extend my helping hand towards the needy one. ഇതൊരു ചെറിയൊരു ആരംഭമാണ്. When you grow up, wherever you fixed, that mentality should be continued. എൻ്റെ ഒക്കെ മറ്റൊരാളുടെ ആവശ്യത്തിന് വേണ്ടിയുടെ വിനിയോഗിക്കാൻ സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതം സഫലമാകും. അങ്ങനെ അതിനൊരു നന്ദിയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഖിലെന്ന് പറയുന്ന ആ വിദ്യാർത്ഥിക്ക് എല്ലാ പ്രാർത്ഥനയും prayer plus hard work, that is success. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന സഹായം ചെയ്യുക. നിങ്ങളാലാവുന്ന ഒരു ചെറിയ സമ്പാദ്യം കൂട്ടിവെച്ച് ഇങ്ങനെ ഇത്രയും വലിയൊരു എമൗണ്ട് സമ്പാദിക്കാൻ സാധിച്ചത് ഞാൻ ഏറ്റവും നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. അപ്പം ഇന്ന് നിങ്ങൾക്കത് അറിഞ്ഞ് വിളമ്പാൻ സാധിച്ചിട്ടുണ്ട്. അത് ഇനി സാധിക്കട്ടെ. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരാളെ സഹായിക്കണമെങ്കിൽ അതാണ് നമുക്ക് മിച്ചം ഉണ്ടാകുന്നത്. ആ ഒരു നല്ല സ്വഭാവം നിങ്ങൾക്ക് താഴെത്തട്ടിൽ പോലെ വളർന്നു വരുമ്പം അടുത്ത ഒരു തലമുറ ഇതേപോലെ നല്ല രീതിയിൽ സാമ്പത്തികമായിട്ട് ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാകും. അത് നമ്മുടെ നാടിൻ്റെ തന്നെ നന്മയാണ്. ഇത് എവിടെ നിന്നൊക്കെ വന്നിരിക്കുന്ന കുട്ടികളായിരിക്കും. അപ്പോൾ ഓരോ മനസ്സോടെ ചിന്തിച്ച് മുന്നേറാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് നിലനിർന്നു പോകട്ടെ. അടുത്ത ഒരു തലമുറയിലേക്ക് നല്ല കുട്ടികളെ, നല്ല എത്ര പഠിച്ചു പറഞ്ഞതല്ല, ഒരു നല്ല മനുഷ്യനാവാൻ നമ്മൾ ചെയ്യും. അതാണ് നമുക്ക് ഏറ്റവും വേണ്ടത്. എൻ്റെ കുട്ടി ഇവിടെ പഠിച്ചത് ജോലി നന്ദ. അപ്പം ഞാൻ സ്കൂളുമായിട്ട് ദീർഘകാല 10-12 വർഷം 15 വർഷത്തോളം എനിക്ക് ബന്ധമുണ്ട്. അപ്പോൾ സ്കൂളിലെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യത്തിനും വിളിക്കാറുണ്ട്. ഇപ്പം ഒരു 3 പരിപാടി അടുത്ത് നടത്തിയാറുണ്ട്. നമ്മുടെ പ്രദേശത്തെ വീടുകളിൽ വേപ്പിൻ്റെ നല്ലൊരു പരിപാടി നമ്മളിപ്പോൾ അടുത്ത് സംഘടിപ്പിക്കാറുണ്ട്. പിന്നെ നമ്മൾ സാമൂഹിക പ്രതിബദ്ധത ഫലവൃക്ഷ തയ്യാറൽ പരിപാടി നമ്മൾ സംഘടിപ്പിക്കും. ഇതിലെല്ലാം സരിതാബസിനെ വിളിക്കുമായിരുന്നു പ്രിൻസിപ്പൾ. ഈ പരിപാടിയൊക്കെ ഭംഗി. ഈ വേറൊരു പരിപാടി പറഞ്ഞിട്ട് നമ്മളുടെ കുട്ടികളുടെ ചാരിറ്റി പാലിയേറ്റീവ് രംഗത്ത്
കുറച്ച് വീടുകൾ സന്ദർശിക്കണം എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായി ഞങ്ങൾ കുറച്ച് വീട് ഞാൻ കളക്ട് ചെയ്തത്. അപ്പോഴാണ് നമ്മുടെ ഈ സഹോദരൻ അഖിൽ, ചെറിയ വയസ്സുള്ളൂ, 30 വയസ്സുള്ളൂ. അവൻ കല്യാണം കഴിച്ചിട്ട് 3 മാസമായുള്ളൂ. 3 മാസമായപ്പോഴാണ് 2 കിഡ്നി ഫെയിലായത്. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് വേലായുധ ഷിവയുടെ മകനാണ്. അപ്പൊ ഞാൻ സരിത മിസ്സിനോട് പറഞ്ഞു, നമുക്ക് മറ്റു വീടുകളിൽ പാവപ്പെട്ട ഈ പയ്യനെ സഹായിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് 20 രൂപയുടെ ഒരു ചലഞ്ച് നമുക്ക് വയ്ക്കും. 2 ദിവസം കഴിഞ്ഞ് ഞാൻ തന്നെ വിളിച്ചപ്പോൾ 1600 കുട്ടികൾ 20 രൂപ ചേർത്ത് 32,000 രൂപ. അത് പോരണം 50 ലക്ഷം രൂപ ഈ വകയിലെ ചികിത്സ. കുറച്ചും കൂടി സാമ്പത്തികമായിട്ടുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളില്ല, നമുക്ക് അവര് തരുന്നത് എന്ന രീതിയിൽ പ്രിൻസിപ്പളൊന്നും ആലോചിച്ചിട്ടും ഭേദഗതി ജീവിക്കാൻ പറ്റുന്നു. എന്തായാലും നിങ്ങളുടെ ഈ നല്ല മനസ്സ്, വളരെ ചെറുപ്രായത്തിൽ തന്നെ നല്ല മനുഷ്യരായിട്ട് നമ്മൾ വളരുക എന്നുള്ളതാണ് ഏറ്റവും വലിയ. അപ്പൊ നമ്മളെപ്പോലെ തന്നെ ഓടിച്ചാടി നല്ല രീതിയിൽ നടന്നൊരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് 2 കിഡ്നി ഫെയിലായി വലിയൊരു ജീവിതം. കല്യാണം കഴിഞ്ഞിട്ട് 3 മാസമായിരുന്നു. 4 കൂടി ആലോചിക്കണം. അപ്പൊ നമ്മുടെ സ്കൂൾ മാനേജറും ഫാദറും പ്രിൻസിപ്പളും നിങ്ങളുടെ ടീച്ചേഴ്സും നിങ്ങൾക്കെല്ലാവരും ഒത്തൊരുമിച്ച് 2.5 ലക്ഷം രൂപ നമുക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചു. നിങ്ങളെ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കുകയാണ്. തെങ്ങോട് താമസിക്കുന്ന ഒരു നിർധനരായ കുടുംബത്തിലെ അംഗമാണ് അഖിൽ. അഖിലിന് 2 കിഡ്നിയും ഫെയിലിയറാണ്, ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. ഇപ്പോൾ 2 ഡയാലിസിസ് ചെയ്യുവാണ്. അപ്പോൾ ഇതിന് എന്തായാലും ഒരു ഭീമമായ തുക വരും. നമ്മൾ ഇവരുടെ ഒരു കത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാർത്താമ പബ്ലിക് സ്കൂളിൽ നിന്ന് ഇന്ന് 2.5 ലക്ഷം രൂപ കുട്ടികളുടെ ചെറിയ സമ്പാദ്യം കൂട്ടിവെച്ച് അവരിന്ന് കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട്. അവർക്ക് വല്ല മിഠായി, ഐസ്ക്രീമൊക്കെ വാങ്ങിക്കാൻ വീടുകളിൽ നിന്ന് കൊടുക്കുന്ന ആ തുച്ഛമായ പൈസ കൂട്ടി വെച്ചിട്ട് അവർക്ക് അത്രയും കൊടുക്കാൻ സാധിച്ചു, 2.5 ലക്ഷം രൂപ. അപ്പം നമ്മുടെ ഇവിടെ ധാരാളം ആളുകൾ സാമ്പത്തികം ഉള്ളവരുണ്ട്. ഒന്ന് മനസ്സ് വെച്ചാൽ ഇത് നിസ്സാരമായിട്ട് ഈ പൈസ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ സന്മനസ്സുള്ള ആളുകളുണ്ടെങ്കിൽ ഒരു ജീവൻ്റെ പ്രശ്നമാണ്. ഇതിനു വേണ്ടിയിട്ട് എല്ലാവരും ഉദാരമായി സഹായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. തൃക്കാക്കരയിലെ നവോദയയ്ക്ക് സമീപം ഉള്ള അഖിൽ എന്ന ഒരു ചെറുപ്പക്കാരൻ, 30 വയസ്സേ ഉള്ളൂ. അദ്ദേഹം ഒരു നല്ലൊരു ഗായകനും മറ്റെല്ലാ പൊതുരംഗങ്ങളിലും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. വിവാഹം കഴിഞ്ഞിട്ട് 3 മാസ കാലമേ ആയിട്ടുള്ളൂ. ആ സമയത്താണ് ഇങ്ങനൊരു ഇരുവൃക്കകളും നഷ്ടപ്പെട്ടതായിട്ട് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. അങ്ങനെ ഡോക്ടർമാരെ സമീപിച്ചപ്പോൾ ഇരുവൃക്കകളും മാറ്റിവയ്ക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടിലെ എല്ലാ ആളുകളും തന്നെ ഇതിനെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാനും ആ ചെറുപ്പക്കാരൻ്റെ വൃക്കകൾ ഡാമേജ് വന്നത് മാറ്റി പുതിയത് വയ്ക്കാനുമുള്ള പ്രയത്നത്തിലാണ്. അതിൻ്റെ ഭാഗമായി ഇന്ന് മാർത്തോമ പബ്ലിക് സ്കൂളിൽ അവിടുത്തെ പ്രിൻസിപ്പളിൻ്റെയും അച്ഛൻ്റെയും മറ്റു സ്കൂൾ അധികൃതരുടെ എല്ലാം നേതൃത്വത്തിൽ വിദ്യാർത്ഥികളിൽ നിന്നും കളക്ട് ചെയ്ത് 2.5 ലക്ഷം രൂപയോളം അവർ ഈ അഖിലെന്ന ചെറുപ്പക്കാരൻ്റെ കിഡ്നി മാറ്റിവയ്ക്കുന്നതിന് വേണ്ടി കൊടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ പല സ്ഥാപനങ്ങളിലും പല സ്ഥലങ്ങളിലും ബന്ധപ്പെട്ടപ്പോൾ എല്ലാവരും സഹായിക്കാമെന്നുള്ള ഉറപ്പിൽ ആ ചെറുപ്പക്കാരൻ്റെ കിഡ്നി മാറ്റിവയ്ക്കാനുള്ള പ്രയത്നത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ്. എത്രയും പെട്ടെന്ന് അതിനെ സാധിക്കട്ടെ എന്നാണ് നമ്മളുടെ എല്ലാവരുടെയും പ്രാർത്ഥന. ആ ചെറുപ്പക്കാരൻ ജീവിതത്തിലേക്ക് വളരെ സന്തോഷത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി തിരിച്ചു വരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ PV അഖിലിന് നമ്മൾ പല രീതിയിൽ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാർ എല്ലാവരുടെയും ഒത്തൊരുമയോടുള്ള സഹകരണത്തോടെ വളരെ ഭംഗിയായിട്ട് ആ ഫണ്ട് സ്വരൂപിക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മാർത്തോമ സ്കൂളിൽ നിന്നും നമ്മുടെ കുട്ടികൾ അവരുടെ ആ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ നിന്ന് അവരെടുത്ത തുക സ്വരൂപിച്ച് 2.5 ലക്ഷം രൂപയോളം നമ്മുടെ നാടിൻ്റെ പ്രിയപ്പെട്ട ഗായകന്, നമ്മളാരും അറിയാതെ പോയ നമ്മുടെ ആ ഗായകന് വേണ്ടി, ഭാവി തലമുറയിലെ ഏറ്റവും നല്ലൊരു ഗായകന് വേണ്ടി നമ്മൾ സ്വരൂപിക്കുകയാണ്. ഈ സംരംഭത്തിൽ ഇത്രയും നല്ലൊരു ഉദ്യമത്തിൽ പങ്കുചേരാൻ സാധിച്ചതിൽ, അതേപോലെ തന്നെ ഇതേപോലെ പല സ്ഥലങ്ങളിലും പല സ്കൂളുകളിലും കോളേജുകളിൽ നിന്ന് നമുക്ക് നമ്മുടെ ഈ പ്രിയപ്പെട്ട ഗായകന് വേണ്ടി, ആ കുടുംബത്തിന് വേണ്ടി ഒരു കൈത്താങ്ങ് നൽകാൻ സഹായിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ രാഷ്ട്രീയ പ്രവർത്തന ജീവിതത്തിലായാലും മറ്റ് പൊതുരംഗത്തായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് വീണ്ടും വീണ്ടും നമ്മുടെ ഗായകന് വേണ്ടി അഭ്യർത്ഥിക്കുക. ഈ മാർത്തോമ സ്കൂളിലെ കുട്ടികളും അധ്യാപകരും
അവരുടെ രക്ഷകർത്താക്കളും എല്ലാം ചേർന്ന് വലിയൊരു തുകയാണ് സമാഹരിച്ച് തന്നിട്ടുള്ളത്. അത് ഈ പ്രവർത്തനത്തിന്, ഈ ഒരു സംരംഭത്തിന് അങ്ങേയറ്റം പ്രചോദനം നൽകും. തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവർക്ക് മാതൃകയാക്കാവുന്ന ഒരു പ്രവർത്തനമാണെന്ന് സൂചിപ്പിക്കട്ടെ. നമ്മൾ കണ്ടല്ലോ, ഈ കുരുന്നുകൾ 2.5 ലക്ഷം രൂപയാണ് സമാഹരിച്ച് ഈ ചികിത്സാ സഹായ സമിതിക്ക് കൈമാറിയത്. ഇത് നമ്മൾക്കും ചെയ്യാൻ സാധിക്കും. ഇതുപോലെ കഷ്ടത അനുഭവിക്കുന്ന, നിർധനരായിട്ടുള്ള, അസുഖം ബാധിച്ച് കഴിയുന്നവരെയൊക്കെ സഹായിക്കാൻ നമ്മൾക്കാകണം. അതിനായി നമ്മൾക്ക് ഒന്നിച്ച് കൈകോർക്കാം. ഏതായാലും അഖിലിൻ്റെ ചികിത്സാ സഹായ സമിതിയിലേക്ക് നിങ്ങൾക്കും ആവുന്ന തുക അയക്കാൻ സാധിക്കും. അവരുടെ അക്കൗണ്ട് നമ്പറും മറ്റു ഡീറ്റെയിൽസും എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും എല്ലാവരുടെയും കൈത്താങ്ങ ഉണ്ടാക്കണം. ഞാൻ പ്രദീപ്, ന്യൂ ഇന്ത്യ, നന്മ 24.